ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പണ്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ അമ്മ പെട്ടെന്ന് ചെയ്തു തരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി നല്ല ചൂടാക്കി വെക്കുക. ഇതിലേക്ക് 1/2 കപ്പ് നല്ല കുത്തരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് അരിയായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഏത് അരിയാണെന്ന് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അരിക്ക് ഒരു വെളുത്ത നിറമായിട്ട് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ വെളുത്ത നിറായി തുടങ്ങുമ്പോൾ അത് പൊട്ടാൻ തുടങ്ങും. ഇങ്ങനെ കടുകൊക്കെ പൊട്ടിക്കില്ലേ, അതുപോലെ അത് പൊട്ടാൻ തുടങ്ങും. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇതെല്ലാം പാകമായി വരും. പിന്നെ അതിനെ ഒരു പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊന്നും ഇല്ലാതെ ആവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരി വറുത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളി ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ പണ്ടത്തെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഇത്ര മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ഈ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളൊന്നും ഇത് കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഒരു ദിവസമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വല്ലപ്പോഴും ഒന്ന് കഴിച്ചാൽ ഒരു കുഴപ്പവും വരില്ല. ഇപ്പം നല്ല മഴയാണല്ലോ, നല്ല കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.